തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടമായ നാളെ 7 ജില്ലകൾ പോളിംഗ് ബൂത്തിലേക്ക്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുക. പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായിട്ടുണ്ട്. 36,630 സ്ഥാനാർത്ഥികളാണ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നത്. അവസാനവട്ടവും വോട്ടർമാരെ നേരിൽ കാണാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ വായാന്തോട് ചേരുന്നുണ്ട്. മറ്റ് റിപ്പോർട്ടേഴ്സിലേക്ക് നമുക്ക് വളരെ വേഗത്തിൽ തന്നെ എത്താം. വിജിൻ, അങ്ങനെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ്. ആദ്യഘട്ടം നാളെ നടക്കാനിരിക്കുന്നു. 7 ജില്ലകളിലേക്ക്, തെക്കൻ ജില്ലകളിൽ നാളെ വോട്ടെടുപ്പ് നടക്കുന്നു. എങ്ങനെയാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ? നമുക്കറിയാം പല വിഷയങ്ങൾ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നതായിട്ടുണ്ട്. പല കാര്യങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ്. LDFന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? അമൃത, ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവസാന വോട്ടുകളും ഉറപ്പിക്കാനുള്ള തത്രപ്പാടിൽ സ്ഥാനാർത്ഥികളും ഒപ്പം തന്നെ മുന്നണികളും ഒക്കെ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള പ്രചരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിട്ടുപോയവരെ കണ്ടെത്തുകയും അവരോട് വോട്ടഭ്യർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് ഉള്ള പ്രചരണമാണ് ഇന്ന് പ്രധാനമായും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അമൃത സൂചിപ്പിച്ചതുപോലെ പല വിഷയങ്ങൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിറഞ്ഞു നിന്നു എന്നുള്ളത് പ്രധാനമാണ്. അതിൽ ആദ്യഘട്ടത്തിൽ LDFനെതിരായി വലിയ തരത്തിൽ സ്വർണ്ണക്കൊള്ള വിഷയം UDF ഉയർത്തുകയും അതിൽ മേൽക്കൈ നേടുകയും ആ സ്വർണ്ണക്കൊള്ള തന്നെ മുന്നോട്ട് വെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള തീരുമാനത്തിലേക്ക് UDF പോവുകയും ചെയ്തു. ഒപ്പം തന്നെ ഭരണവിരുദ്ധ വികാരം കഴിഞ്ഞ 9.5 വർഷക്കാലമായി LDF ഭരണത്തിലുള്ള വിരുദ്ധ വികാരം ഉയർത്തിക്കാട്ടാനുള്ള ഒരു നീക്കമൊക്കെ UDFന്റെ ഭാഗത്ത് ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ലൈംഗികാരോപണം, അതുമായി ബന്ധപ്പെട്ട പരാതികൾ ഒക്കെ ഉയർന്നു വന്നത്. അതിനുശേഷം പൂർണ്ണമായും കോൺഗ്രസ് പ്രതിരോധത്തിലാവുന്ന നിലയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം സജീവ തെരഞ്ഞെടുപ്പ് പ്രചാരണമാക്കി LDF ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു. അങ്ങനെ LDF ആ പ്രചാരണം തന്നെയാണ് ഇപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രസ് മീറ്റിൽ ഒക്കെ വ്യക്തമാക്കിയതും അതുതന്നെയാണ്. കോൺഗ്രസിനെ കടന്നാക്രമിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗികാതിക്രമ പരാതി അത് ഉയർത്തി തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമായിരുന്നു സർക്കാർ കൈക്കൊണ്ടത്. ഒപ്പം തന്നെ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായ ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾ, ഒപ്പം തന്നെ ക്ഷേമ പെൻഷൻ വർധനവ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും പ്രചാരണായുധമാക്കുന്നുണ്ട്. കാരണം പ്രാദേശിക തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ അടിത്തട്ടിൽ അത്തരം ഈ ക്ഷേമ പെൻഷനും ക്ഷേമ പദ്ധതികളും ഒക്കെ പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഉയർത്തി അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് LDFന്റെ ഭാഗത്തുനിന്ന് അവസാന ദിവസമായി ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. BJP ആകട്ടെ ഈ രണ്ട് മുന്നണികൾക്കും എതിരായി മോദിയുടെ വികസിത ഭാരതത്തിനൊപ്പം BJP ജയിച്ചാൽ അത് വികസിത കേരളം എന്നുള്ള സങ്കല്പം ഉണ്ടാകും എന്നുള്ള പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വികസിത കേരളത്തിനായി ഒരു വോട്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ BJPയുടെ പ്രധാന മുദ്രാവാക്യം എന്ന് പറയുന്നത്. ആ മുദ്രാവാക്യം ഉയർത്തി രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ തന്നെയാണ് നിലവിൽ പ്രചരണമൊക്കെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകമായി അവർ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനുള്ള പ്രധാന ലക്ഷ്യമായി അത് മുൻനിർത്തിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം തിരുവനന്തപുരത്ത് പ്രത്യേകമായി നയിക്കുന്നു. അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ CPM ഭരണസമിതിക്കെതിരെ ഉയർത്തുകയും ചെയ്തു BJP. അങ്ങനെ സജീവമായ പല വിഷയങ്ങളിൽ തട്ടിയുള്ള സജീവമായ പ്രചാരണം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ നടന്നത്. ഇന്നലെ കുട്ടിക്കലാശത്തിലും വലിയ ആവേശം എല്ലാ സ്ഥലങ്ങളിലും അത് കാണുകയും ചെയ്തു. ത്രികോണ മത്സരം ഉണ്ടാകും പല സ്ഥലങ്ങളിലും എന്നുള്ള സൂചനകൾ നൽകുന്നതായിരുന്നു കുട്ടിക്കലാശത്തിലെ വലിയ ആവേശം. അങ്ങനെ ഇന്ന് ഈ അവസാന ദിവസവും അവസാനത്തെ വോട്ടുകൾ ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് നിലവിൽ സ്ഥാനാർത്ഥികൾ എല്ലാം ഉള്ളത്. പല സ്ഥലങ്ങളിലും വിമത ഭീഷണികൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ വിഭാഗീയമായ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം നേരിട്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ UDFന് ഒക്കെയാണ് അങ്ങനെയൊരു ഈ വിമത നീക്കമൊക്കെ തലവേദനയാകുന്നതെങ്കിൽ ഇത്തവണ പല സ്ഥലങ്ങളിലും LDFനും അതേ സ്ഥിതിയിലുള്ള വിമത നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തു. BJPയെ സംബന്ധിച്ചിടത്തോളം അതേ പ്രശ്നങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ടായി. ഒപ്പം തന്നെ മുന്നണിയിൽ BDJSനെ ഉൾപ്പെടെ കൃത്യമായി അനുനയിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നത് ഒക്കെ BJPയെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് ഇങ്ങോട്ട് എത്തിയ സാഹചര്യത്തിൽ, ആദ്യഘട്ടത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള പ്രചരണം അഴിച്ചുവിട്ട് അതിനെയൊക്കെ മറികടക്കാനുള്ള ഒരു നീക്കം മുന്നണികളുടെയൊക്കെ ഭാഗത്തുനിന്നുണ്ടായി. അവസാന ദിവസങ്ങളിൽ LDFനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വാർത്താസമ്മേളനം നടത്തുകയും അതൊരു രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർത്തിയ ഒരു പ്രചാരണായുധങ്ങൾ ഒക്കെയാക്കി മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിലെ ഓരോ വാക്കുകളും അത് പ്രചാരണായുധമാക്കിയൊക്കെ LDF മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും UDFനെതിരെ ശക്തമായ നിലയിൽ പല വിഷയങ്ങളിലും UDF എടുത്ത നിലപാടുകൾ ഉൾപ്പെടെ ഉയർത്തിയാണ് മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം. ഒപ്പം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ അതിൽ വലിയ തരത്തിലുള്ള കോൺഗ്രസിനെതിരായ കടന്നാക്രമം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. പക്ഷേ രാഹുലിനെ പുറത്താക്കിയത് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ CPMനെ പ്രതിരോധിക്കാനുള്ള ഒരു നീക്കം നടത്തിയത്. CPM ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, പരാതികൾ ഒന്നും വന്ന ഘട്ടത്തിൽ MLAമാരുൾപ്പെടെയുള്ളവരെ
പുറത്താക്കാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ പത്മകുമാർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയിലിലാണ്. എന്നിട്ടും അവരെ പുറത്താക്കാനുള്ള നീക്കം CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ കോൺഗ്രസ് മാതൃക കാണിച്ചു, രാഹുലിനെ പുറത്താക്കി എന്നുള്ള നിലപാട് എന്നുള്ള ഒരു പ്രചാരണമാണ് നിലവിൽ ഇപ്പോൾ കോൺഗ്രസും UDF-ഉം ഒക്കെ നടത്തുന്നത്. അങ്ങനെ അടിത്തട്ടിലുള്ള വിഷയങ്ങൾ ഓരോന്നും ചർച്ച ചെയ്ത് മുന്നോട്ട് പോവുകയാണ് നിലവിൽ ഇപ്പോൾ അവസാന മണിക്കൂറുകളിൽ, ആദ്യഘട്ട പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും നാളെ 7 മണിയോടുകൂടി ആദ്യഘട്ടത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടിങ്ങിനായി ജനങ്ങൾ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ആളുകൾ വോട്ടെടുപ്പിനായി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തും. അമൃത.